എല്ലാവർക്കും പ്രഭാതവന്ദനം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 24 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. പാപം നിറഞ്ഞ ലോകത്തിനു മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നു എന്ന് ദൈവം അറിയിച്ചു. ആ ഭയങ്കരമായ ന്യായവിധിയുടെ വിവരണമാണ്, ആ ന്യായവിധി ദൈവം നടപ്പാക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ വാക്യങ്ങളിൽ കാണുന്നത്. 11-ാമത്തെ വചനം ഇങ്ങനെ വായിക്കുന്നു: നോഹയുടെ ആയുസ്സിൻ്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. പ്രളയം ആരംഭിക്കുന്നു. അന്ന് വരെ കാണാത്ത മഴ പെയ്യാനായിട്ട് തുടങ്ങുന്നു. ഈ പ്രളയം, ഇത്ര വലിയൊരു പ്രളയം ഉണ്ടായതിനെക്കുറിച്ച് ഉള്ള ഒരു ചോദ്യം ഇതാണ്: ഇത്രയും വെള്ളം എവിടെ നിന്ന് വന്നു? അപ്പം അതിനുള്ള ഉത്തരം നമുക്ക് ഈ 2 വാക്യങ്ങളിൽ കാണാൻ കഴിയും. 11-ാമത്തെ വാക്യം പറയുന്നു, ആഴിയുടെ ഉറവുകൾ പിളർന്നു. ഈ ഭൂമിയുടെ അടിയിലുണ്ടായിരുന്ന വലിയ അളവ് ഭൂഗർഭജലം പിളർന്ന് മുകളിലേക്ക് വന്നു. അതുകൂടാതെ ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നു. മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴാനായിട്ട് തുടങ്ങി. ഈ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നു എന്നത് മഴയെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമായിരിക്കാം. ഇത്രയധികം വെള്ളം എങ്ങനെ വന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇത്രയധികം വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് വീഴാനുണ്ടായിരുന്നു. ഇവിടെയാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ 6-7 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ സൃഷ്ടിയുടെ വിവരണത്തിലേക്ക് നമുക്ക് ഒന്നുകൂടെ പോകേണ്ടി വരുന്നത്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഭൂമിയുടെ മുകൾ വശം മുഴുവനും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരുന്നു. മണ്ണ് ആയ ഭാഗമൊന്നും മുകളിൽ കാണാൻ കഴിയുമായിരുന്നില്ല. മുഴുവനും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്നു. അതിനുശേഷം ദൈവം ചെയ്തത്, ഈ വെള്ളത്തിൻ്റെ ആവരണത്തെ 2ആയി പകുത്ത് ഒരു ആവരണം അല്ലെങ്കിൽ ഒരു തട്ട് വെള്ളത്തെ മുകളിലേക്ക് ഉയർത്തി. അപ്പോൾ ഭൂമിക്ക് ചുറ്റും ഒരാവരണമായി ദൈവം ഈ വെള്ളത്തെ നിർത്തി. എന്നിട്ട് അതിന് താഴെയുള്ള ഭാഗത്തെയാണ് വിതാനം അഥവാ ആകാശം എന്ന് വിളിച്ചത്. അപ്പോൾ ഭൂമിക്ക് മുകളിലുണ്ടായിരുന്ന വായുമണ്ഡലം 2 വെള്ളത്തിൻ്റെ ലെയറുകൾക്ക് നടുവിലായിരുന്നു എന്നുള്ളതാണ്. പിന്നീടാണ് ദൈവം ഭൂമിയുടെ മേതെ ഉണ്ടായിരുന്ന വെള്ളത്തെ ഒരു വശത്തേക്ക് കൂട്ടി സമുദ്രമാക്കുന്നതും കര കാണുമാറായതൊക്കെ. അപ്പോൾ ഭൂമിക്ക് മുകളിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ വലിയ ഒരു ആവരണം അഥവാ ഒരു വാട്ടർ കനോപ്പി, ആ വാട്ടർ കനോപ്പിയാണ് താഴേക്ക് പതിച്ചത്. അത് മുഴുവനും പെയ്ത് ഇറങ്ങിയത്. 40 ദിവസങ്ങൾ, 40 രാവും 40 പകലും തുടർച്ചയായി ഭൂമിയിൽ മഴ പെയ്തു. വലിയ പ്രളയമുണ്ടായി. നമുക്കറിയാമല്ലോ, 2018 കേരളത്തിൽ ചില ദിവസങ്ങൾ മാത്രം മഴ പെയ്തപ്പോൾ എത്ര വലിയ പ്രളയമാണ് ഉണ്ടായത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കാം. 40 രാവും 40 പകലും നിർത്താതെ മുകളിൽ നിന്ന് വെള്ളം വരികയും താഴെ ഭൂമിയുടെ ഉറവുകൾ പിളർന്ന് വെള്ളം വരികയും ചെയ്താൽ എത്ര ഭയാനകമായ ഒരു അവസ്ഥയായിരിക്കും. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ദൈവം കൽപ്പിച്ചതനുസരിച്ച് നോഹയും നോഹയുടെ മക്കളും അവരുടെ കുടുംബവും എല്ലാം പെട്ടകത്തിൽ പ്രവേശിക്കുന്നു. അതിനുശേഷം മൃഗങ്ങൾ വന്ന് പെട്ടകത്തിൽ കയറുന്ന ആ രസകരമായ ഒരു കാഴ്ചയാണ്. ഈ മൃഗങ്ങളെ മുഴുവനും നോഹ അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ച് ഈ 2നെ കൊണ്ടുവന്ന് പെട്ടകത്തിൽ കയറ്റി എന്നല്ല ബൈബിൾ പറയുന്നത്. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയായിട്ടാണ് ഈ പക്ഷികളൊക്കെ നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു എന്നാണ്. 16-ാം വാക്യം, ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നു വന്ന സർവ്വജടത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു പരിപാടിയും കൂടിയാണ് എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നോഹയ്ക്ക് ഒരിക്കലും ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും കണ്ടെത്തി പെട്ടകത്തിൽ കയറ്റാനായിട്ട് കഴിയുമായിരുന്നോ എന്നതൊരു വലിയ ചോദ്യമായിരിക്കും. പക്ഷേ ഇവിടെ ദൈവം തന്നെയാണ് ഈ ജീവജാലങ്ങളെ കടത്തിയത്. ഈ ജീവജാലങ്ങളെല്ലാം അകത്ത് കയറിയതിന് ശേഷം അവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, യഹോവ വാതിൽ അടച്ചു എന്നാണ്. 17-ാമത്തെ വാക്യം, യഹോവ വാതിൽ അടച്ചു. അഥവാ ഇനി അവശേഷിക്കുന്ന മനുഷ്യർക്ക് രക്ഷയ്ക്കായ ഒരു മാർഗം ഇല്ല. ദൈവം തൻ്റെ രക്ഷയുടെ പരിപാടി, രക്ഷയുടെ വാതിൽ അവിടെ അടച്ചു എന്നാണ്. പ്രിയമുള്ളവരെ, ഏത് കാലത്തും ദൈവം രക്ഷയെക്കുറിച്ച് മനുഷ്യരെ അറിയിക്കുകയും രക്ഷയിലേക്ക്, ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന രക്ഷയിലേക്ക് മനുഷ്യനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. ദൈവത്തിൻ്റെ ഈ വിളി കേട്ട്, ദൈവത്തിൻ്റെ ഈ സന്ദേശം കേട്ട് മാനസാന്തരപ്പെട്ട്
ദൈവമൊരുക്കിയ രക്ഷാമാർഗമായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് മുന്നോട്ട് വരുന്ന ഏതു മനുഷ്യനും ദൈവത്തിൻ്റെ രക്ഷാകര പരിപാടിയിൽ ദൈവത്തിൻ്റെ രക്ഷയിലാകുവാനായിട്ട് കഴിവുള്ളതാണ്. എല്ലാ കാലത്തും ദൈവകൃപയുടെ രക്ഷയുടെ ഈ വാതിൽ തുറന്നിരിക്കുകയില്ല. ദൈവം ഈ വാതിൽ അടയ്ക്കുന്ന ഒരു ദിവസം വരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവമൊരുക്കിയ ഈ രക്ഷ ഇതുവരെയും സ്വന്തമായി അനുഭവിച്ചിട്ടില്ല എങ്കിൽ, ആ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോഴാകുന്നു അതിനുള്ള സമയം എന്ന് ഓർക്കുക. കാരണം കാലം ഇനി അധികം നാൾ മുന്നോട്ട് പോവുകയില്ല. രക്ഷയുടെ വാതിൽ അടയുവാനുള്ള സമയം അടുത്തു വന്നിരിക്കുന്നു. ദൈവം ഒരിക്കൽ അടച്ചാൽ പിന്നീട് ആർക്കും ആ രക്ഷയുടെ പെട്ടകത്തിൽ കിടക്കുവാൻ സാധിക്കുകയില്ല എന്ന മുന്നറിയിപ്പ് കൂടി ഇതിനോടൊപ്പം നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 17 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ ആ പ്രളയത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് വീണ്ടും കാണുകയാണ്. വെള്ളം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഉയർന്നു വരുന്നു. ഏതാണ്ട് 150 ദിവസങ്ങൾ തുടർമാനമായി ഭൂമിയിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളത്തിൻ്റെ ഉയരത്തെക്കുറിച്ച് പറയുമ്പോൾ സകല പർവ്വതങ്ങളെയും മൂടി ഏറ്റവും ഉയരമുള്ള പർവ്വതത്തിനും 15 മുഴം മുകളിൽ വെള്ളം നിൽക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ എത്ര ഉയരത്തിലാണ് ഈ ഭൂമിയിൽ ആ പ്രളയജലം ഉയർന്നത്! സകല ജീവജാലങ്ങളെയും മുടിച്ച് കളയത്തക്കവണ്ണം വലിയ ഒരു പ്രളയമായിരുന്നു നോഹയുടെ കാലത്ത് ഉണ്ടായിരുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ അവിടെ 23-ാമത്തെ വാക്യം പറയുന്നു, മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു എന്നാണ്. മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും എല്ലാം ഈ 150 ദിവസത്തെ പ്രളയത്തിൽ ആ വെള്ളത്തിൻ്റെ ഉയർച്ചയിൽ നശിച്ചു പോകാനിടയായി തീർന്നു. സകല ജീവജാലങ്ങളും മരിച്ചോ എന്നൊരു ചോദ്യമുണ്ട്. ബൈബിളിനെ വിമർശിക്കുന്ന ആളുകൾ പറയാറുണ്ട് സകല ജീവജാലങ്ങളും മരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ മീനുകൾ ചത്തോ? പ്രളയത്തിൽ എങ്ങനെയാണ് ഈ ജലജീവികൾ ചാകുന്നത് എന്നൊരു ചോദ്യം പലരും വലിയ വിമർശനമായിട്ട് ചോദിക്കാറുണ്ട്. എന്നോടും നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരം ഇവിടെയുണ്ട്. 22-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു എന്നാണ്. അഥവാ മൂക്കിലൂടെ ശ്വാസമെടുക്കുന്ന ജീവികൾ, മനുഷ്യനും മൃഗങ്ങളും മറ്റു ജീവികളെക്കുറിച്ചൊക്കെയാണ്. മത്സ്യങ്ങൾ മൂക്കിലൂടെ അല്ല ശ്വാസമെടുക്കുന്നത്, അതിന് വേറെ സംവിധാനമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്ന സകല ജീവജാലങ്ങൾ മരിച്ചു എന്ന് പറയുമ്പോൾ അതിനൊന്നുകൂടി എടുത്ത് വ്യക്തമാക്കിക്കൊണ്ട് പറയുകയാണ് മൂക്കിൽ ജീവശ്വാസമുള്ളതാണ് മരിച്ചത്, അല്ലാതെ മത്സ്യങ്ങൾ ആ പ്രളയത്തിൽ എല്ലാ മത്സ്യങ്ങളും, കുറേ മത്സ്യങ്ങളൊക്കെ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ മരിക്കുമെന്നുള്ള കാര്യം, ചാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ എല്ലാ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളും മരിച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. ദൈവത്തിൻ്റെ വലിയ ന്യായവിധി ഈ ഭൂമിയെ ആകെ ബാധിക്കുകയും ഭൂമിയിലുള്ള മനുഷ്യ മൃഗാദികളെ മുഴുവനും നശിപ്പിച്ച് കളയത്തക്കവണ്ണം പ്രളയം ഒരു വലിയ ദുരന്തമായി മാറുകയും ചെയ്തു. എന്നാൽ അതിൻ്റെ നടുവിലും ദൈവം തിരഞ്ഞെടുത്ത നോഹയും കുടുംബവും അതിശയകരമായി ദൈവമൊരുക്കിയ പെട്ടകത്തിൽ കിടന്ന് രക്ഷ പ്രാപിച്ച ചരിത്രം നമുക്കവിടെ കാണാം. ഞാൻ ഒന്നുകൂടി ഓർപ്പിച്ച് അവസാനിപ്പിക്കട്ടെ. ദൈവം ആ പെട്ടകത്തിൻ്റെ വാതിലടച്ചതുപോലെ രക്ഷയുടെ വാതിൽ, കൃപയുടെ വാതിൽ അടയ്ക്കുവാനായിട്ട് താമസമില്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിലൂടെയുള്ള ആ രക്ഷയുടെ വാതിലിലൂടെ പ്രവേശിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.